ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻജസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ സ്വീറ്റ് പൊങ്കൽ അല്ലെങ്കിൽ ശർക്കര പൊങ്കലാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു ഡിസേർട്ട് ഐറ്റമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇതിനായിട്ട് 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ തമിഴ്നാട്ടിൽ പൊങ്കലരി എന്നും വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഇത് 1 കപ്പ് അല്ലെങ്കിൽ 250 ഗ്രാമാണ് അരി എടുത്തത്. അപ്പം ഇതിനായിട്ട് ഞാൻ അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഒരു 1/4 കപ്പ് ചെറുപയർ പരിപ്പ്. അത് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഒരു ലൈറ്റ് മഞ്ഞയുള്ളത് കുറച്ച് ഡാർക്ക് മഞ്ഞയാവും, മാത്രമല്ല ഇളക്കാൻ നല്ല എളുപ്പവും ഉണ്ടാവും. അപ്പോൾ ആ ഒരു പാകമാകുമ്പോൾ അതിനെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് 1/4 കപ്പാണ്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1/4 കപ്പ് ചെറുപയർ പരിപ്പും, പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ കടലപ്പരിപ്പ് ഇതിനൊരു നല്ലൊരു ഫ്ലേവറും കൊടുക്കും. നമുക്കിതിനെ അതിൻ്റെ കൂട്ടത്തിൽ കിടക്കുമ്പോൾ ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് വേകുമ്പോഴത്തേക്ക് തന്നെ ആ കടലപ്പരിപ്പ് കറക്റ്റ് വേവേ ഉള്ളൂ. അതേസമയം അരിയും ചെറുപയർ പരിപ്പും നല്ല വെന്ത് നല്ല മാഷായിട്ട് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വെള്ളമില്ലാതെ നമുക്കൊരു കുക്കറിലോട്ട് മാറ്റാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 1 കപ്പ് അരി, 1/4 കപ്പ് ചെറുപയർ പരിപ്പും 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പുമാണ്. അപ്പോൾ മൊത്തം 1.5 കപ്പ് ആണ് ഇൻഗ്രീഡിയൻസ് എടുത്തത്. അപ്പോൾ അത് വേകാനായിട്ട് നമുക്ക് മൊത്തം 4.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ 2 കപ്പ് പാലും 2.5 കപ്പ് വെള്ളമായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ 1 കപ്പ് പാല് 3.5 കപ്പ് വെള്ളം, അല്ലെങ്കിൽ മൊത്തം 4.5 കപ്പും തന്നെ വെള്ളം ചേർക്കാം. അപ്പോൾ അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. പക്ഷേ 1.5 കപ്പ് ഇൻഗ്രീഡിയൻസിന് 4.5 കപ്പ് വെള്ളം, അതാണ് അതിൻ്റെ പാകം. എന്നിട്ട് ഇതിനെ ഞാൻ പ്രഷർ കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരു സ്റ്റീം വന്നതിന് ശേഷം താഴ്ത്തി വെച്ച് 5 മിനിറ്റ് വേവിച്ചിട്ട് തീ ഓഫ് ചെയ്യുക. സ്റ്റീം മുഴുവൻ പോയതിന് ശേഷം നമുക്കിതിനെ തുറക്കാം. അപ്പോൾ ഇനി ഈ സമയം കൊണ്ട്, അതായത് അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റ് ഇതെല്ലാം റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഗാർണിഷിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുത്ത് അതിലേക്കൊരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ടീസ്പൂൺ നെയ്യ് മാത്രമാണ് ഞാൻ ഇതിൽ മൊത്തത്തിൽ പൊങ്കലുണ്ടാക്കാൻ ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇതൊന്ന് വറുത്ത് കോരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാം പരിപ്പ്, അതായത് 1.5 ടേബിൾ സ്പൂൺ ബദാം പരിപ്പ് അത് വറുത്ത് മാറ്റിയതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ഇട്ടു. അതിനെയും വറുത്ത് കോരാം നമുക്ക്. അത് വറുത്ത് കോരിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കിസ്മിസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരി നമുക്കിട്ട് അതിനെ ഒന്ന് വറുത്ത് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള നെയ്യ് മാത്രമാണ് ഞാൻ പൊങ്കലിൽ ചേർക്കുന്നത്. അപ്പോൾ ഇത് വളരെ കുറച്ച് നെയ്യ് ചേർത്ത് നമ്മളെങ്ങനെ പൊങ്കൽ ഉണ്ടാക്കാമെന്നാണ് ഞാനിതിൽ കാണിക്കുന്നത്. ഇനി ഇത് വേകാൻ ഇതിലേക്ക് വേണ്ട ശർക്കര, അപ്പം ഞാനിവിടെ കറുത്ത തരം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1.5 കപ്പ് അരിയും പരിപ്പും കൂടെ ഉള്ള കൂട്ടിന് 2 കപ്പ് ശർക്കര. ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ 2 കപ്പാകുമ്പോൾ കറക്റ്റ് മധുരമായിരിക്കും. ഇനി അത് പാനീയമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്ത് മീഡിയം തീയിലിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി ഈ കട്ടയെല്ലാം നല്ല ഉടച്ച് ഇതേപോലെ നല്ല പാനീയമാക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഈ പാനീയം ആയതിനു ശേഷം നമുക്ക് തീ നന്നായിട്ട് ഫുള്ള് താഴ്ത്തി വെച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യ്, അതായത് വറുത്ത് കോരിയ നെയ്യിൽ പകുതി നമുക്കിപ്പോൾ ഈ ശർക്കരയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ശർക്കരയിലോട്ട് നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ ആ ശർക്കരയ്ക്ക് നല്ലൊരു ഷൈനിങ്ങും കിട്ടും. നമ്മൾ പൊങ്കലിലോട്ട് ചേർക്കുമ്പോൾ പൊങ്കലിന് തന്നെ നിറയെ നെയ്യ് ചേർത്തതുപോലെ ഒരു ഷൈനിങ് ആയിരിക്കും. ഇനി നമുക്ക് കുക്കറിൽ നിന്ന് ആ സ്റ്റീം മാറ്റിയിട്ട്, അതായത് വെയിറ്റ് മാറ്റിയിട്ട് നമുക്ക് കുക്കർ തുറക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാം അരിയും ചെറുപയർ പരിപ്പും നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. അതേസമയം കടലപ്പരിപ്പ് ഉടയാതെ കറക്റ്റാக ഇങ്ങനെ വെന്തിട്ടേ ഉള്ളൂ, ഇങ്ങനെ മൊത്തമായിട്ട് കാണാം. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് വായിലിങ്ങനെ അതൊന്ന് കടിക്കുകയും ചെയ്യും. ആ കടലപ്പരിപ്പിൻ്റെ മണം നമുക്ക് പൊങ്കലിലേക്ക് നല്ലൊരു ഫ്ലേവറും കൊടുക്കും. അപ്പോൾ ഇത് ഒന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടയാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇത്രയൊന്നും ഉടയ്ക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനീയം നമുക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടിയിലുള്ള ആ മണ്ണൊന്നും ഇതിലോട്ട് വീഴാതെ നമുക്ക് അരിച്ച് മാറ്റണം. അപ്പോൾ ഇത് നമുക്ക് ചേർക്കുമ്പോൾ തന്നെ കാണാം നല്ല കറുത്ത ശർക്കര ആയതുകൊണ്ട് നല്ല കറുപ്പ് കളറും ഉണ്ട്, അതേപോലെ തന്നെ നല്ല ഷൈനിങ്ങും കിട്ടും നമ്മുടെ പാനീയത്തിന്.
അപ്പോൾ ഇത് നമുക്ക് ഈ പരിപ്പും അരിയും കൂടെ ഉള്ള ചോറും കൂടെ ഉള്ള മിക്സിലോട്ട് നമുക്കിതിനെ നന്നായിട്ട് ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. അപ്പോൾ ഈ തിളയ്ക്കാൻ വിടുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ്, അതായത് ഒരു ടീസ്പൂൺ നമ്മൾ ശർക്കര പാനിയത്തിൽ ചേർത്ത് ബാക്കി 1 ടീസ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ കറുകപ്പട്ടയും ഗ്രാമ്പും ജാതിക്കായയും കൂടെ ചേർത്ത് വറുത്ത് പൊടിച്ചതാണ്, ഒരു 1/4 ടീസ്പൂൺ അതും ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഒന്നുകിൽ കുരുമുളക് പൊടി അല്ലെങ്കിൽ ചുക്കുപൊടി ഏതായാലും അത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ്, അതായത് ഏകദേശം ഒരു 2 നുള്ള് ഉപ്പ്. അത് ഈ ഉപ്പ് ഈ ശർക്കര ചേർത്തുള്ള ഡിഷസിലെല്ലാം കുറച്ച് ഉപ്പ് ചേർത്തുന്നത് വളരെ നല്ലതായിരിക്കും. എന്നിട്ട് ഇതേപോലെ നല്ല തിള വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗാർണിഷ്, അതായത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കശുവണ്ടും ആൽമണ്ടും കൂടെ ഉള്ള മിക്സ് നമുക്കിതിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മളുടെ പൊങ്കൽ തയ്യാറായിട്ടുണ്ട്. ഇത് തമിഴ്നാട്ടിൽ വളരെ പ്രധാനമായ ഒരു സ്വീറ്റ് ഡിഷാണ്. തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഡെലീഷ്യസ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.